അൾട്ടിമേറ്റ് CS2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ 6, അതുപോലെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ 6. അതിൽ സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം, എങ്ങനെയാണ് ഒരു C++ പ്രോഗ്രാം ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് C++ൻ്റെ സ്ട്രക്ചർ ആദ്യം നോക്കാം. ഏതൊരു C++ പ്രോഗ്രാം എടുത്താലും അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹാഷ് ഇൻക്ലൂഡ് ബ്രാക്കറ്റിനകത്ത് ഹെഡർ ഫയൽ നെയിം, ദെൻ യൂസിങ് സ്പേസ് നെയിം സ്പേസ് ഒരു ഐഡൻറ്റിഫയർ നെയിം സെമിക്കോളൻ, ദെൻ ഇൻറ്റ് സ്പേസ് മെയിൻ ബ്രാക്കറ്റ്, ദെൻ ബ്രേസിനകത്ത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലാസ്റ്റ് റിട്ടേൺ 0, ദെൻ ബ്രേസ് ക്ലോസ് ചെയ്യാം. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്താണ് ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ എന്ന് പറയുന്നത് പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് ആണ്. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് എന്തൊക്കെ ഡാറ്റാസാണ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ, നമ്മുടെ പ്രോഗ്രാമിനകത്തോട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീ പ്രൊസസ്സേഴ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് കമ്പൈലറിന് പറഞ്ഞു കൊടുക്കുന്ന ഇൻഫോർമേഷനാണ്. നമുക്ക് ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതുപോലെ തന്നെ അത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഷ് സിമ്പിൾ വെച്ചിട്ടാണ് ഈ പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് ഹെഡർ ഫയൽസ് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹെഡർ ഫയൽസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഓൾറെഡി ബിൽറ്റിൻ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ്, ഇപ്പോൾ നമ്മൾ ഔട്ട് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, റീഡിങ് റൈറ്റിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് റീഡിങ് നടക്കുന്നത്, എങ്ങനെയാണ് റൈറ്റിംഗ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഫയൽസിനെയാണ് ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. അതുപോലെ കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നമുക്ക് ഓൾറെഡി കമ്പൈലറിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ കുറച്ച് സ്ട്രിങ് ടൈപ്പ് ഫങ്ഷൻസ്, ക്യാരക്ടർ ടൈപ്പ് ഫങ്ഷൻസ്, അങ്ങനെ പല ടൈപ്പ് ഫങ്ഷൻസ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹെഡർ ഫയൽസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ബിൽറ്റിൻ ആയിട്ടുള്ള കുറേ ഒബ്ജക്ട്സുകൾ, അതിന് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെയാണ് ഹെഡർ ഫയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഹാഷ് ഇൻക്ലൂഡ് IOStream എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. IOStream എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് COUT കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഹെഡർ ഫയലാണ് IOStream എന്ന് പറയുന്നത്. അതല്ലാതെ math.h അങ്ങനെ കുറേയധികം ഹെഡർ ഫയൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവിന് സെമിക്കോളൻ അതിൻ്റെ എൻഡിൽ ഇടേണ്ട ആവശ്യമില്ല. സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ അത് എററാണ്. നമുക്ക് ജസ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് നമ്മുടെ ഹെഡർ ഫയലിൻ്റെ പേരെന്താണോ ആ പേര് എഴുതി കൊടുക്കുക, അത്രമാത്രം മതി. സെമിക്കോളൻ അതിൻ്റെ എൻഡിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റ് അല്ല അത്. ഇനി കുറച്ച് വേറെ പ്രൊസസ്സർ ഡയറക്റ്റീവ്സ് ആണ് ഹാഷ് ഡിഫൈൻ, ഹാഷ് അൺഡഫ് എന്നൊക്കെ പറയുന്നത് കുറച്ച് പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് ആണ്. ഹാഷ് ഡിഫൈൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഹെഡർ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം. അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്ന പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. കോമൺലി യൂസ് ചെയ്യുന്നത് ഹാഷ് ഇൻക്ലൂഡ് IOStream എന്നുള്ള ഹെഡർ ഫയലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഹാഷ് ഇൻക്ലൂഡ് ആണ് നമ്മുടെ പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. എല്ലാ പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവും ഹാഷ് സിമ്പിൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രോഗ്രാമിന് ഇൻസ്ട്രക്ഷൻസ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതൊരു ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ന ഹെഡർ ഫയൽസ് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് യൂസിങ് നെയിം സ്പേസ് ഐഡൻറ്റിഫയർ. അപ്പോൾ നമുക്ക് യൂസിങ് നെയിം സ്പേസ് എന്താണെന്ന് നോക്കാം. നെയിം സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് എലമെൻ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഏത് നെയിം സ്പേസിനകത്താണ് എഴുതിയിട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് നെയിം സ്പേസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ COUT സീൻ ഒക്കെ വരുന്ന നെയിം സ്പേസ് ആണ് STD എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് നെയിം സ്പേസിലാണ്, സ്റ്റാൻഡേർഡിൻ്റെ ഷോർട്ട് ഫോമാണ് STD എന്ന് പറയുന്നത്. അതിനകത്താണ് നമ്മുടെ COUT സീന് പോലുള്ളതൊക്കെ വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യാറ്. യൂസിങ് സ്പേസ് നെയിം സ്പേസ് എഴുതുന്നതിനിടയിൽ ഗ്യാപ്പിൽ ഒറ്റൊരു വേർഡായിട്ടാണ് നെയിം സ്പേസ് എഴുതുന്നത്. സ്പേസ് നമ്മുടെ നെയിം സ്പേസിൻ്റെ പേര്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് STD എന്നുള്ള നെയിം സ്പേസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ എന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെയിം സ്പേസ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരാളുടെ പേര്, അയാളുടെ പേര് തന്നെ കുറേ പേർക്ക് സെയിം പേര് തന്നെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് ആ ഒരു പേരുണ്ടായിരിക്കുള്ളൂ. പക്ഷേ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വേറെ ഇതേ പേരിലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? കറക്റ്റായിട്ടുള്ള നമ്മുടെ അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് നെയിം വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇന്ന വീട്ടിൽ
ഇന്ന ആൾ. അപ്പോൾ അതുപോലെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെയിം സ്പേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ നെയിം സ്പേസിനകത്ത് നമുക്ക് എന്താണ് നമ്മുടെ നെയിം സ്പേസ്, ആ നെയിം സ്പേസിനകത്ത് ഇയാളെ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് യൂസിങ് നെയിം സ്പേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഇൻറ്റ് മെയിൻ. നമ്മുടെ എസെൻഷ്യൽ ഫംഗ്ഷനാണ് മെയിൻ എന്ന് പറയുന്നത്. വിത്തൗട്ട് മെയിൻ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ തന്നെയായിരിക്കണം. ബാക്കി എല്ലാ കോഡും നമ്മൾ എഴുതി കൊടുക്കുന്നത് ഈ മെയിൻ്റെ അകത്താണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും മെയിൻ ഫംഗ്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെയാണ് അത് എൻഡ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഹെഡർ മെയിൻ ആണ്. ആ മെയിൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ ബോഡി ഒരു അകത്താണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറിനെ പറയുന്നതാണ് ഡെഫിനിഷൻ ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേസിനകത്ത് എഴുതി കൊടുത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ കൂടിയിട്ടാണ് ഡെഫിനിഷൻ ഓഫ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഓരോ സ്റ്റേറ്റ്മെൻറ്റും മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റും സെമിക്കോളം വെച്ചിട്ട് എൻഡ് ചെയ്യണം. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ 0 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇൻറ്റു മെയിൻ കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ 0 ആണ് നമുക്ക് മെയിൻ ഫംഗ്ഷനകത്ത് ബോഡിക്കകത്ത് വരുന്നത് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ ഇല്ലാതെ നമുക്ക് എക്സിക്യൂഷൻ സാധ്യമല്ല. അതുപോലെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ പാർട്ട് എഴുതേണ്ടത് എവിടെയാണ്? മെയിൻ ഫംഗ്ഷനകത്താണ് എഴുതേണ്ടത്. അപ്പോൾ ഇൻറ്റ് മെയിൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബ്രാക്കറ്റാണ് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യാനുള്ള പാരാന്തസിസ് കൊടുക്കണം. അതിനുശേഷം സെമിക്കോളൻ ഇല്ല. ദെൻ ബ്രേസിനകത്താണ് നമ്മൾ എന്ത് ബാക്കിയുള്ള കോഡുകൾ എഴുതി കൊടുക്കേണ്ടത്. വിത്തൗട്ട് മെയിൻ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. ദെൻ അതിനകത്തുള്ള കോഡുകളാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ സ്പേസ് 0 സെമിക്കോളൻ ആണ്. ദെൻ നമ്മുടെ ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ഈ ഒരു 3 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഒരു C++ പ്രോഗ്രാമിൻ്റെ മെയിൻ സ്ട്രക്ചറിൽ വരുന്നത്. നമുക്ക് ഡയറക്റ്റീവ് ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഫോമാറ്റ്. ദെൻ യൂസിങ് നെയിം സ്പേസ്, എന്താണ് നമ്മുടെ നെയിം സ്പേസ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. സെമിക്കോളൻ ഉണ്ട് അതിന് കേട്ടോ. ദെൻ ഇൻറ്റ് മെയിൻ സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ സെമിക്കോളൻ ഇല്ല. ദെൻ ബ്രേസിനകത്ത് ആ മെയിൻ്റെ ഫംഗ്ഷൻ ബോഡി എന്താണോ ഫംഗ്ഷൻ ബോഡി എഴുതി കൊടുക്കുക. ലാസ്റ്റ് റിട്ടേൺ 0. ദെൻ ബ്രേസ് ക്ലോസ് ചെയ്യുക. ഏതൊരു കോഡ് ചോദിച്ചാലും പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാലും ഇത്രയും ഭാഗം നിങ്ങൾ എഴുതി കൊടുക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ദെൻ അതിന് ശേഷമാണ് ഈ ഫംഗ്ഷൻ മെയിൻ്റെ അകത്തുള്ള പോർഷൻസ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതാണ് കമൻസ്. നമുക്ക് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാം നമ്മൾ എഴുതി അതിനകത്ത് നമുക്ക് എന്തിനാണ് ആ കോഡ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കമൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യില്ല. പ്രോഗ്രാം കാണുന്ന ഒരാൾക്ക് എന്താണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള വേർഡ്സാണ് ഈ കമൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇഗ്നോർ ചെയ്യും കമ്പൈലർ, അത് എക്സിക്യൂട്ട് ചെയ്യില്ല. ജസ്റ്റ് നമുക്ക് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്, ഡോക്യുമെൻറ്റേഷന് വേണ്ടി മാത്രമാണ് കമൻസ് യൂസ് ചെയ്യുന്നത്. അത് 2 ടൈപ്പിൽ നമുക്ക് കമൻസ് എഴുതാൻ പറ്റും. ഒന്ന് സിംഗിൾ ലൈൻ കമൻറ്റ്, ഒറ്റൊരു ലൈനിൽ നമുക്ക് കമൻ്റായിട്ട് കൊടുക്കാൻ പറ്റും. അത് കൊടുക്കുന്നത് 2 സ്ലാഷുകളാണ്. 2 സ്ലാഷ് കൊടുത്തിട്ടാണ് നമ്മൾ കമൻറ്റ്സ് അവിടെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്ലാഷ് കഴിഞ്ഞ് വരുന്ന ടെക്സ്റ്റ് കമൻ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ മൾട്ടി ലൈൻ കമൻറ്റ്സ്, ഒന്നിൽ കൂടുതൽ ലൈൻസ് നമുക്ക് കമൻസ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അത് എഴുതുന്നത് /*നും //നും ഇടയിലായിരിക്കും അത് എഴുതി കൊടുക്കുന്നത്. ഇപ്പോൾ 2 തരത്തിലാണ് ചെയ്യുന്നത്, സിംഗിൾ ലൈനും മൾട്ടി ലൈൻ. സിംഗിൾ ലൈൻ ആണെങ്കിൽ ഡബിൾ സ്ലാഷ് കഴിഞ്ഞിട്ട് കമൻറ്റ് എഴുതി കൊടുക്കുക. മൾട്ടി ലൈൻ ആണെങ്കിൽ //നും കമൻറ്റ് എഴുതി കൊടുക്കുക. എൻഡിൽ സ്റ്റാർ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് കമൻസ് എഴുതി കൊടുക്കുന്നത്. ഇടയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് എന്തൊക്കെ ടൈപ്പിലാണ് നമുക്ക് കമൻസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് this is a program which display the message smoking is injurious to health on the monitor. നമുക്ക് എന്ത് പ്രോഗ്രാമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ 2-3 ലൈൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൾട്ടി ലൈൻ കമൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ // തുടങ്ങുന്നിടത്ത് ഇട്ടു, എൻഡിലും // ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് ഓരോ ലൈനിൻ്റെ കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? കമൻസ് കൊടുക്കുകയാണ്. ഇത് സിംഗിൾ ലൈൻ കമൻ്റ് ആണ്. ഇത് സ്റ്റാർട്ടിങ് മാത്രമുള്ള എൻഡിങ് ഇല്ല. ഡബിൾ സ്ലാഷ് കൊടുത്തു ടു യൂസ് ദ cout ഒബ്ജക്റ്റ്. അപ്പോൾ അത് ആ ഒരു സിംഗിൾ ലൈനാണ്. അപ്പോൾ ആ ഒരു ലൈനിൽ മാത്രമേ ഈ ഒരു കമൻറ്റ് നിൽക്കുന്നുള്ളൂ. അതുപോലെയാണ് സിംഗിൾ ലൈൻ കമൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം ബിഗിൻസ് ഹിയർ, അതും സിംഗിൾ ലൈൻ കമൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സിംഗിൾ ലൈൻ കമൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ലൈൻ കമൻ്റ് ആയിട്ട് എൻഡ് ഓഫ് ദ പ്രോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടില്ല ഇവിടെ, അത് മാത്രമേ കമ്പൈലർ കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കി ഇവിടെ കമൻറ്റ് ആയിട്ട് വന്നിട്ടുള്ളതൊന്നും കൺസിഡർ ചെയ്യില്ല. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്തായിരിക്കും? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 2 പ്രോഗ്രാം നോക്കി നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം.
ഇവിടെ സം ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കോർ കാണാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം. ആദ്യത്താണ് ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം. നമുക്ക് കമൻറ്റ് കൊടുക്കുന്നത് സിംഗിൾ ലൈൻ കമൻറ്റിന് ഡബിൾ സ്ലാഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ലൈൻസ് കമൻറ്റ് വരികയാണെങ്കിൽ /*, അതുപോലെ തന്നെ അത് എൻഡ് ചെയ്യുന്നത് */ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനിടയിൽ എന്ത് എഴുതി കൊടുത്താലും അതെല്ലാം കമൻ്റായിട്ടാണ് വരുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യില്ല, നമ്മുടെ കമ്പൈലർ അത് ഇഗ്നോർ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് സിംഗിൾ ലൈൻ കമൻറ്റ് ഡബിൾ സ്ലാഷും. മൾട്ടി ലൈൻ ഉണ്ടെങ്കിൽ കുറേയധികം ലൈൻസിൽ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് /*നും //നും ഇടയിൽ എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ 6th 7th ലൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ലൈൻ കമൻറ്റ് കാണാവുന്നതാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ആദ്യത്തെ നമുക്ക് എന്താണ്, പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ് വരുന്നത്. അപ്പോൾ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ഹാഷ് ഇൻക്ലൂഡ് വെച്ചിട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഐ ഒ സ്ട്രീം എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമിനെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ്. നമ്മുടെ സി ഔട്ട് സീനൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഹെഡർ ഫയലാണ് ഐ ഒ സ്ട്രീം എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മുടെ യൂസിങ് നെയിം സ്പേസ് STD. സ്റ്റാൻഡേർഡ് നെയിം സ്പേസിനെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയിം സ്പേസ് STD എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അടുത്താണ് ഇൻറ്റു മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. എക്സിക്യൂഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്നാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട പ്രോഗ്രാം എന്താണ്, അതിൻ്റെ കോഡാണ് ഈ രണ്ട് ബ്രേസിനിടയിൽ നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് നമ്പേഴ്സ് സേവ് ചെയ്യാനുള്ള രണ്ട് വേരിയബിൾ വേണം, പിന്നെ അത് ആഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനുള്ളൊരു വേരിയബിൾ വേണം. അപ്പോൾ നമുക്ക് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, ഇൻറ്റ് നം, num2, സം. നമ്മൾ മൂന്നും ഇൻറ്റിജർ ടൈപ്പായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അടുത്ത ലൈനിൽ നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, എൻ്റർ 2 നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയൊരു മെസ്സേജ് കൊടുക്കുകയാണ്, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അത് മാത്രമേ യൂസറിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. അത് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എപ്പോഴും യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. യൂസേഴ്സിന് എന്താണ് നമുക്ക് ചെയ്യാനുണ്ടെന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. അതിനാണ് ഈ മെസ്സേജസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഇൻപുട്ട് റീഡ് ചെയ്യാനായിട്ട് ഇൻപുട്ട് ചെയ്യാനുള്ള സീൻ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. ഇവിടെ കാസ്കേഡിങ് സ്റ്റൈലിലാണ് നമ്മൾ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. num1 num2 നമ്മൾ ഒറ്റൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് വഴിയാണ് റീഡ് ചെയ്തെടുക്കുന്നത്. നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് എഴുതാം. രണ്ട് സീൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ num1 num2 നമുക്ക് റീഡ് ചെയ്യാം. നമ്മളിവിടെ കാസ്കേഡിങ് സ്റ്റൈലിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുക്കുന്ന ഓപ്പറേറ്റേഴ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. ഇവിടെ പുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ തന്നെ അവിടെ യൂസ് ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സം ഈക്വൽ ടു num1 + num2. num1 num2 കൂടി ആഡ് ചെയ്തിട്ട് സമ്മിലേക്ക് അസൈൻ ചെയ്യാണ്. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ സം എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് num1 കണ്ടൻറ്റും num2 കണ്ടൻറ്റും ആഡ് ചെയ്തിട്ട് സമ്മിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ സമ്മിലുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് സി ഔട്ട് സം ഓഫ് ദ എൻ്റേർഡ് നമ്പേഴ്സ് എന്നുള്ളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ എന്താണ്, സമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. കാസ്കേഡിങ് സ്റ്റൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. മാക്സിമം കോഡ് കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാസ്കേഡിങ് സ്റ്റൈൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ വേറൊരാൾക്ക് ആ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് സെഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാക്സിമം ലൈൻസ് ഓഫ് കോഡ്സ് കുറച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ ചെയ്യിക്കണം. അതുപോലെ തന്നെ ഒരു ഇൻഡൻറ്റേഷൻ കൊടുക്കണം, കറക്റ്റായിട്ട് സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് റൺ ചെയ്യാനുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ജീനിയിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. എൻ്റർ ദ 2 നമ്പേഴ്സ് എന്നുള്ള ഔട്ട്പുട്ട് വന്നു. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു നമ്പർ എൻ്റർ ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് 9 എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സം ഓഫ് ദ എൻ്റേർഡ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 17 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി അല്ലെങ്കിൽ വേറൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് നമ്പറും സ്പേസ് ഇട്ട് കൊടുക്കാം. നമ്മൾ കാസ്കേഡിങ് സ്റ്റൈലിൽ യൂസ് ചെയ്തിട്ടുള്ള കാരണം സ്പേസ് ഇട്ട് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് എന്താണ് വരുന്നത്, 6 + 7 13 എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഒരു പ്രോഗ്രാം കൂടി നമുക്ക് നോക്കാം. 3 നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യത്തെ 3 കാര്യങ്ങൾ ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം, യൂസിങ് നെയിം സ്പേസ് STD, ഇൻറ്റ് മെയിൻ, ഇതെല്ലാം സ്പേസ് ഇട്ടിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ. നെയിം സ്പേസിൻ്റെ ഇടയിൽ സ്പേസ് ഇല്ല. യൂസിങ് സ്പേസ് നെയിം സ്പേസ് ഒറ്റ ഒരു വേർഡാണ്. ദെൻ സ്പേസ് STD, തെറ്റിക്കരുത്, ശ്രദ്ധിക്കണം. ദെൻ നമുക്ക് 3
മാർക്കാണ് എൻ്റർ ചെയ്യേണ്ടത്. സ്കോർ 1, സ്കോർ 2, സ്കോർ 3 അതെല്ലാം ഇൻറ്റിജർ ഡാറ്റ ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്തിട്ടുള്ളത്. ഇനി ആവറേജ് എന്ന് പറയുന്നത് ഫ്ലോട്ട് വാല്യൂ വരാം, റിയൽ നമ്പർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് ആവറേജ് എന്നുള്ളത് ഫ്ലോട്ട് ടൈപ്പായിട്ട് കൊടുത്തു. ഇനി ഒരു മെസ്സേജ് കൊടുത്തു, എൻ്റർ ദ 3 സ്കോർസ് എന്നുള്ള മെസ്സേജ് കൊടുത്തു. 3 സ്കോറുകൾ നമ്മൾ റീഡ് ചെയ്തു. സ്കോർ 1, സ്കോർ 2, സ്കോർ 3 എന്നിട്ട് 3 റീഡ് ചെയ്തു. ഇനി ആവറേജ് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 3 സ്കോറും കൂടി ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 3 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ടൈപ്പാണ്. ഈ സ്കോർ 1, സ്കോർ 2, സ്കോർ 3 എന്ന് പറയുന്നത് ഇൻറ്റിജർ ഡാറ്റ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റിജർ നമ്പറിനെ ഡിവൈഡഡ് ബൈ 3 മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടില്ല? എന്തെങ്കിലും പോയിന്റ് നമ്പർ വരികയാണെങ്കിൽ അതിൽ നമുക്കിവിടെ സേവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബൈ 3.0 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ നമുക്ക് ഇൻറ്റിജർ വാല്യൂ വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 3.0 എന്ന് പറയുമ്പോൾ ടൈപ്പ് കാസ്റ്റിംഗ് വഴി നമുക്ക് എന്ത് കിട്ടും? ആവറേജിൽ ഫ്ലോട്ട് വാല്യൂ തന്നെ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിനാണ് നമ്മൾ ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ബ്രാക്കറ്റ് കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷനാണ് ആദ്യം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്രാക്കറ്റിൽ അത് ഡിവിഷൻ കൊടുക്കുകയാണെങ്കിൽ സ്കോർ 3/3 ആണ് ആദ്യം ചെയ്യുക, എന്നിട്ട് ബാക്കിയെല്ലാം കൂടി ആഡ് ചെയ്യാണ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇത് 3 ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ബ്രാക്കറ്റിനകത്ത് ഈ 3 കൂടി ആഡ് ചെയ്യുന്നത് കൊടുത്തിരിക്കുന്നത്. ദെൻ ഡിവൈഡ് ബൈ 3.0 കൊടുത്തിരിക്കുകയാണ്. ദെൻ നമ്മൾ മെസ്സേജ് കൊടുത്തു, ആവറേജ് പ്രിൻ്റ് ചെയ്യാനുള്ള മെസ്സേജ് കൊടുത്തു, റിട്ടേൺ 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ 3 നമ്പേഴ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 60, 50, 75 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 61 ആണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. ഇനി ഞാൻ 76, 65, അപ്പോൾ നമുക്ക് 66.3333 എന്നുള്ള റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ പോയിന്റ് ഇല്ലാതെ നമ്പർ കൊടുക്കുകയാണ്. നമുക്ക് 66 മാത്രമാണ് റിസൾട്ട് കിട്ടിയത്, പോയിന്റ് അവിടെ വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻറ്റിജർ ഡിവിഷൻ ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ 3.0 എന്ന് പറയുന്ന ഒരു വാല്യൂ അവിടെ കൊടുക്കാനായിട്ട് കാരണം. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അത് സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പഴയ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് നമുക്ക് പോയിൻ്റഡ് നമ്പർ തന്നെ റിസൾട്ടായിട്ട് കിട്ടി. നിങ്ങൾക്ക് ഡാറ്റ ടൈപ്സും ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ എക്സ്പ്രഷൻ, സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കുക, എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുക എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 6 അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ 5ഉം 6ഉം അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്